നമസ്കാരം. നേപ്പാൾ ദുരന്തത്തിൽ എത്ര പേർ മരിച്ചു എന്നതിനെക്കുറിച്ചൊരു ധാരണയും നേപ്പാൾ സർക്കാരിന് ഇപ്പോഴുമില്ല. നേപ്പാളിനേക്കാൾ അതേക്കുറിച്ച് ധാരണയുള്ള ചൈനീസ് സർക്കാർ പറയുന്നത് തൗസൻഡ്സ് എന്നാണ്. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി നേപ്പാളിലെ മഹാദുരന്തം മാറുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത് ഉരുൾപൊട്ടലായിരുന്നില്ല, മണ്ണിടിച്ചിലായിരുന്നില്ല. അതൊരു ഭൂകമ്പത്തിൻ്റെ ഭാഗമായി ഒരു വലിയ മഞ്ഞുമല അടർന്നു മാറി ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് പോലെ താഴ്വരയിലേക്ക് പതിച്ചതാണ്. ഇതോടെ ആ ഭാഗത്തെ മലനിരകളും പാറക്കൂട്ടങ്ങളുമൊക്കെ അടിപതറി വലിയ വെള്ളപ്രവാഹമായി ഒഴുകി. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന്, ഈ മഞ്ഞുമല അങ്ങനെ തന്നെ ഒരു വലിയ അണക്കെട്ട് പോലെ കുറച്ചു നേരം നിന്നു എന്നതാണ്. അതിനൊപ്പം പാറക്കൂട്ടങ്ങളും തടിക്കഷ്ണങ്ങളുമൊക്കെയായി അതൊരു പടുകൂറ്റൻ ഡാമായി രൂപപ്പെട്ടു. പിന്നീട് ഏറെ വൈകാതെ ആ ഡാം പൊട്ടി അതിശക്തമായി താഴേക്ക് പോവുകയായിരുന്നു. ഇത് പലപ്പോഴും മഹാപ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ സംഭവിക്കാറുണ്ട്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മഹാദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം പുഞ്ചരിവട്ടമായിരുന്നു. പുഞ്ചരിവട്ടത്തു നിന്നും ഉരുൾപൊട്ടി അത് നേരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുകയാണ്. മുണ്ടക്കൈയിലെ മുസ്ലിം പള്ളിക്ക് സമീപം ആ ചെറിയ തോടിന് ഒരു ഒടിവുണ്ട്. ആ ഒടിവ് രണ്ട് വലിയ പാറക്കഷ്ണങ്ങളാൽ വേർതിരിക്കപ്പെട്ടു നിൽക്കുന്നു. ആ പാറക്കഷ്ണങ്ങൾക്കിടയിലേക്ക് മരക്കൂട്ടങ്ങൾ വന്ന് തടഞ്ഞു നിൽക്കുകയും അവിടേക്ക് ഉരുൾപൊട്ടലിൽ പൊതിഞ്ഞു വന്ന മണ്ണ് വന്ന് കുന്നുകൂടുകയും ചെയ്ത് അവിടെ വലിയൊരു ഡാം രൂപപ്പെടുന്നു. അങ്ങനെ ഡാം രൂപപ്പെട്ടപ്പോഴാണ് ജലപ്രവാഹം ഇടതുവശത്തേക്ക് ചേർന്നൊഴുകി മോസ്കിനെ ഇടിച്ചതും അവിടെ ഉണ്ടായിരുന്ന ഖത്തീബ് കൊല്ലപ്പെട്ടതുമൊക്കെ. പിന്നീട് ഈ സ്വയംഭൂവായ ഡാം പൊട്ടിത്തകരുകയും അവിടെ നിന്ന് കുത്തൊഴുക്കിൽ വെള്ളമെത്തി ചൂരൽമലയിലെ ജീവനെടുക്കുകയും ചെയ്തു. ഈ മഹാദുരന്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മുല്ലപ്പെരിയാറിനെയാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ്. 131 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച 10 അണക്കെട്ടുകളിൽ ഒന്നേയെന്ന് ലോകം അംഗീകരിച്ചതാണ്. ലോകമാധ്യമങ്ങളിൽ വാർത്ത വരുന്നതാണ്. ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാണ്. 1979 അത് ബലപ്പെടുത്തിയെങ്കിലും ഏത് നിമിഷവും അത് തകരാവുന്ന സാഹചര്യം രൂപപ്പെടാൻ ഒരു ഭൂകമ്പത്തിന് കഴിയുമെന്ന് വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് തുടർച്ചയായി ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടാവുന്ന പ്രദേശമാണ് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരമൊരു ഭൂചലനം 4.4 മാഗ്നിറ്റ്യൂഡിലെത്തിയപ്പോഴാണ് നേപ്പാളിൽ ഈ മഹാദുരന്തമുണ്ടായത്. അങ്ങനെ 3-4 റിച്ചർ സ്കെയിലിൽ ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ പ്രദേശത്തുണ്ടായാൽ അണക്കെട്ട് തകരും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർണ്ണമായും കാട്ടിലൂടെയുള്ള ഒരു അണക്കെട്ടാണ് എന്ന് മറക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഈ മരക്കഷ്ണങ്ങളും പാറക്കഷ്ണങ്ങളും ഈ അണക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം കുത്തിയൊലിക്കും. അത് ചപ്പാത്തിനെയും വള്ളക്കടവിനെയും വണ്ടിപ്പെരിയാറിനെയും ഒക്കെ തകർത്തു പോകുന്ന കൂടെ എവിടെയെങ്കിലും ഒരു അണക്കെട്ട് സ്വയംഭൂവാകാം. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയാവണമെന്നില്ല ഈ വെള്ളം സഞ്ചരിക്കുക. പക്ഷെ അതൊരിക്കലും നിലനിൽക്കുകയില്ല. മണിക്കൂറുകൾക്കകം ആ അണക്കെട്ട് പൊട്ടിത്തകരും. ഈ അണക്കെട്ട് പൊട്ടിത്തകരുമ്പോൾ എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? അതിനേക്കാൾ ശക്തമായ വെള്ളപ്രവാഹമായി അത് മാറും. അത് തന്നെയാണ് ഒരണക്കെട്ട് പൊട്ടുന്നതിന് പകരം ഒന്നിലധികം അണക്കെട്ടുകൾ പൊട്ടുന്ന പ്രതീതിയായിരിക്കും അത് സൃഷ്ടിക്കുക. നേപ്പാൾ ദുരന്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയാൽ ഈ അണക്കെട്ട് വന്ന വഴിയിലുള്ള വലിയ പാലങ്ങളും നിർമ്മിതികളുമെല്ലാം തകർന്നതായി നമ്മൾ കാണുന്നു. ഓർക്കണം, ഇത് മലനിരകൾക്കിടയിലൂടെ പോകുന്ന ഒരു നദിയിലൂടെയാണ് ഈ ദുരന്തമുണ്ടായത്. എന്നിട്ടും ഇത്രയധികം ആളുകളുടെ ജീവനെടുക്കുകയും ഇത്രയധികം നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തെങ്കിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? മുല്ലപ്പെരിയാർ പൊട്ടി ഏതാനും മിനിറ്റുകൾക്കകം ജനവാസ കേന്ദ്രത്തിലേക്ക് പോകും. ചപ്പാത്തും ഉപ്പുതറയും വണ്ടിപ്പെരിയാറും വള്ളക്കടവും അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ പൂർണ്ണമായും തുടച്ചു നീക്കും. അവിടെ നിന്ന് പോകുന്നത് നേരെ ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കി ആർച്ച് ഡാമിനോ കുളമാവ് ഡാമിനോ ചെറുതോണി ഡാമിനോ ഒക്കെ ആഘാതം സംഭവിച്ചുകൂടാഴികയില്ല. കാരണം അത്രയ്ക്കും ശക്തമായ ജലപ്രവാഹമായിരിക്കും സംഭവിക്കുന്നത്. ഇടുക്കി ഡാം ആധുനിക കാലത്ത് നിർമ്മിച്ച ഡാമാണ്. ഏത് സിമെൻറ്റ് നിർമ്മാണത്തിനും ഒരു ആയുസ്സുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇടുക്കി ഡാമും അഴിച്ചു പണിയേണ്ടതാണ്. ആ ഇടുക്കി ഡാമിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലം കുത്തിയൊഴുകിയെത്തിയാൽ ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഈ ജലപ്രവാഹം നക്കിത്തുടക്കിയ ആലുവയും എറണാകുളവും അടക്കമുള്ള മഹാനഗരങ്ങളെയാണെന്ന് ഓർക്കണം. ഇത്തരമൊരു സാധ്യത മുന്നിൽ കണ്ടിട്ടും നമ്മൾ എന്തിനാണ് ഈ പിടിവാശി കാണിക്കുന്നത്? തമിഴ്നാടിന് വെള്ളം വേണം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
നമ്മൾ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നത് പോലും തമിഴ്നാട്ടിലെ കർഷകർ പണിയെടുത്തതുകൊണ്ടാണ്. അവർക്ക് വെള്ളം കൊടുക്കും എന്ന് ഉറപ്പാക്കാൻ ഒരു വഴിയുമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിനെ ഇടപെടിച്ച് തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കും, നമുക്ക് സുരക്ഷ വേണം എന്ന് ഉറപ്പിച്ച് പറയാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? പുതിയ അണക്കെട്ട് എന്ന അപ്രായോഗികമായ ആശയം തള്ളിക്കളഞ്ഞ് തമിഴ്നാടിന് വെള്ളം കൊടുക്കാനും നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കാനും ഇനിയും എന്തിനാണ് വൈകുന്നത്? അണക്കെട്ടുകൾ തകർന്നുണ്ടാവുന്ന അപകടങ്ങൾ ലോകത്ത് പുത്തരിയല്ല. 1975 ചൈനയിലെ ബാൻഗിയ അണക്കെട്ട് തകർന്നപ്പോൾ 2 ലക്ഷത്തോളം ആളുകൾ മരിച്ചതായി പറയപ്പെടുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴി ഈ ബാൻഗിയ അണക്കെട്ട് തകർന്ന് നിരവധി ചെറിയ അണക്കെട്ടുകളും തകർത്താണ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തത്. പിന്നീട് 1979 ഗുജറാത്തിലെ മച്ചൂച്ചി ഡാം തകർന്നപ്പോൾ ഏറ്റവും കുറഞ്ഞത് 25,000 പേർ മരിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ അനേകം ഡാമുകൾ മനുഷ്യ ചരിത്രത്തിൽ തകർന്നടിയുകയും ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഡാമുകൾ ഒരിക്കലും തകരാത്ത നിർമ്മാണങ്ങളല്ല. പിന്നെ എന്തുകൊണ്ടാണ് 131 വർഷം മുമ്പ് സുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കിയ ഈ അണക്കെട്ട് തകരില്ല എന്ന് തീർത്തു പറയുന്നത്? മരിച്ചതിന് ശേഷം ഇങ്ങനെ പൊട്ടിക്കരയാൻ വേണ്ടിയാണോ നമ്മൾ കാത്തിരിക്കുന്നത്? ഈ നാടിൻ്റെ ജീവനെടുക്കുന്ന ഈ മഹാദുരന്തത്തെ തടയിടാൻ ഈ അണക്കെട്ട് തകർന്ന പശ്ചാത്തലത്തിലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അഡ്വക്കേറ്റ് റസൽ ജോയി പണ്ട് മറുനാടനോട് പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കുന്നത് ഉചിതമായിരിക്കും. 100% പൊട്ടും. 100% പൊട്ടും എന്ന് പറയുന്ന കാര്യം 100% നമ്മൾ മരിക്കുമല്ലോ. നമ്മൾ മരിക്കാതിരിക്കുമോ? നമ്മളുണ്ടാക്കുന്ന എല്ലാത്തിനും നാശമുണ്ട്. ഏതാണ് മനുഷ്യനിർമ്മിതമായ, ഏതാണ് നാശമില്ലാതെ നിലനിൽക്കുന്നത്? ഒന്നുമില്ല. മാത്രമല്ല ഈ ഡാം IIT റൂർക്കി പറയുന്നു നശിക്കും, IIT ഡൽഹി പറയുന്നു നശിക്കും, ഏഷ്യൻ ഡാം സേഫ്റ്റി ഹിമാംശു താക്കൂർ പറയുന്നു നശിക്കും, കേരള ഗവൺമെൻറ് നിയമിച്ച എക്സ്പേർട്ട് പാനൽ പറയുന്നു നശിക്കും. ഇനി ആരും പറയണ്ട. 2011 റിക്ടർ സ്കെയിൽ 1 to 2 മാഗ്നിറ്റ്യൂഡ് വരുന്ന 26 ഭൂകമ്പങ്ങളുണ്ടായി ഈ പരിസരം ഇടുക്കി ജില്ലയിൽ മാത്രം. 2020 ജാനുവരി 1-ാം തീയതി മുതൽ ആഗസ്റ്റ് 30-ാം തീയതി വരെ 21 ഭൂകമ്പങ്ങളുണ്ടായി. റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് 2 to 3 കൂടി. ഇന്ന് 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കൊച്ചു കേരളത്തിൽ. അത് ചിന്തിക്കണം. കേരളം എന്ന് പറയുന്ന പഴയ ദക്ഷിണ കന്നഡ ജില്ലയുടെ അത്രയേ ഉള്ളൂ. തമിഴ്നാടിൻ്റെ ഈ പറയുന്ന 5 ജില്ലകൾക്ക് ജലസേചനം കൊടുക്കുന്നു എന്ന് പറയുന്ന 5 ജില്ലകളിൽ 2 ജില്ല കമ്പവും മധുരയും ഡിണ്ടിഗലോ രാമനാഥപുരോ ശിവഗംഗയോ ചേർത്ത് വെച്ചാൽ, ഏതെങ്കിലും 2 ജില്ലകൾ ചേർത്ത് വെച്ചാൽ ഒരു കേരളമായി. ഈ കേരളത്തിലാണ് 84 സിമൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഡാംസ്. ഈ ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയുടെ അന്തർഭാഗത്തെ പ്രഷറാണ്, വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. കേരളം പോലെയുള്ള ഒരു ചെറു സംസ്ഥാനത്ത്, ഇത്രയധികം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്ത് 84 ഡാംസ് ഉണ്ടാക്കി വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. ഈ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് ഭൂമിയുടെ അടിയിലുള്ള റോക്സിൻ്റെ, പാറയുടെ പ്ലേറ്റുകൾ ഇളകി മാറി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും വരെ മാറിപ്പോയിട്ടുണ്ട്. ഈ ഭൂഗർഭത്തിലുള്ള പാറയുടെ പ്ലേറ്റ്സ്. സീസ്മിക് സോണിങ്ങിൽ 3-ാം സ്ഥാനത്തേക്ക് വന്നു. മുല്ലപ്പെരിയാറും ഇടുക്കി മാത്രമല്ല, കേരളം മൊത്തത്തിൽ 3-ാം സ്ഥാനത്തേക്ക് വന്നിരുന്നു ഭൂകമ്പത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെ 3, 4, 5 ഒന്നുമല്ല, 7 തൊട്ട് 8 വരെ റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം അതിതീവ്ര ഭൂകമ്പ മേഖലയായിട്ട് മാറിയതിൻ്റെ കാരണം ഈ 84 ഡാംസാണ്. പ്രധാനപ്പെട്ട കാരണം 84 ഡാംസാണ്. ഈ പ്രളയത്തിൻ്റെ കാരണമോ? കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാം വരുന്നതിന് മുമ്പ് പ്രളയമില്ല. അങ്ങനെ ഒരു ചരിത്രം തന്നെ കേരളത്തിലില്ല. നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ഫ്ലഡ്, ഏറ്റവും വലിയ വെള്ളപ്പൊക്കം 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 സംഭവിച്ചതാണ്. 1924 സംഭവിച്ച ഈ ഒരു മഹാപ്രളയത്തിൻ്റെ കാരണം മുല്ലപ്പെരിയാറാണ്. ഇവിടെ ജലനിർഗമന മാർഗങ്ങൾ ആയിരക്കണക്കിനായിരുന്നു. വെള്ളം എത്ര വന്നാലും അറബിക്കടലിലേക്ക് പോകാൻ സാധ്യമായിരുന്നു. ജലനിർഗമന മാർഗങ്ങൾ അടയപ്പെട്ടു. കാരണം മുല്ലപ്പെരിയാറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് വിടാതെയായപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ട്രൈബ്യൂട്ടറീസ്, താഴെയുള്ള ട്രൈബ്യൂട്ടറീസും ചെറിയ ചെറിയ സ്ട്രീംസും ചെറിയ ചെറിയ കനാൽസും തോടുകളും എല്ലാം ഡ്രൈ ആയിപ്പോയി. അവിടെയെല്ലാം ജനങ്ങൾ കൃഷി നടത്താൻ തുടങ്ങി, വീട് വയ്ക്കാൻ തുടങ്ങി, കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങി. അതോടുകൂടി ജലനിർഗമന മാർഗങ്ങൾ അവസാനിച്ചു. പരമ്പരാഗതമായി ഉള്ള ജലഗതാഗതം അവസാനിച്ചു. മത്സ്യസമ്പത്ത് തീർന്നു. കേരളത്തിൻ്റെ സമ്പത്ത് മുഴുവനും നശിച്ചു.
മലനിരകളിൽ നിന്ന് എക്കൽ വന്ന് അടിഞ്ഞ് തെങ്ങിനും കവുങ്ങിനും ഇവിടെ കൃഷി ചെയ്യുന്ന സകലത്തിനും വളമായി തീർന്നത് ഇല്ലാണ്ടായി. അങ്ങനെ സർവനാശം കേരളത്തിന് സംഭവിച്ചു. അവിടെ നിന്ന് ഈ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇടുക്കി ഏത് ബാധിക്കും? ഇടുക്കി താങ്ങി നിർത്തത്തില്ല, ഭയങ്കര ഡാമാണെന്നാണല്ലോ പറയുന്നത്. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം, സർക്കാർ അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടിപ്പെരിയാർ, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലെ ജനങ്ങളൊന്നും ജനങ്ങളല്ലേ, അവരുടെ മരണമൊന്നും മരണമല്ലേ, സമ്മതിക്കുന്നു. എന്നിട്ട് അതൊന്ന്. പിന്നെ ഇടുക്കി താങ്ങിക്കോളും എന്ന് പറയുന്നത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. കാരണം ഇടുക്കി റിസർവോയർ എന്ന് പറഞ്ഞാൽ 3 ഡാംസ് അവിടെ ഉണ്ട്. ചെറുതോണിയും കുളമാവും ഇടുക്കി ഡാംസും കൂടി ചേർന്നതാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അല്ലാതെ ഇടുക്കിയിലെ ആ കാർവ്ഡ് സ്ട്രക്ചറൊന്നും അല്ല ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അതിൽ ചെറുതോണി ഡാമും കുളമാവ് ഡാമും എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വീക്കസ്റ്റ് ഡാംസ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്ന 2 ഡാംസാണ്. ഇടുക്കി ഡാമിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ചെറുതോണി ഡാമാണ്. ഇടുക്കി ഡാമിലെ വെള്ളം തുറന്നു വിടണമെങ്കിൽ ചെറുതോണി ഡാമിലെ ഷട്ടേഴ്സ് തുറക്കണം. ബാക്കി 2 കുളമാവ് ഡാമിലും ഇല്ല ഷട്ടേഴ്സ്, ഇടുക്കി ഡാമിലും ഷട്ടേഴ്സ് ഇല്ല. ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയും റിസർവോയർ ഏരിയയും കോമൺ ആണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വരികയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, അത് പൊട്ടി വരുമ്പോൾ കൈനറ്റിക് എനർജി ആവുമ്പോൾ ആ കൈനറ്റിക് എനർജി ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണെന്ന് ഒരു പഠന റിപ്പോർട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് പ്രകാരം 180 ടൈംസ് ഫോഴ്സ്, ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ 180 ടൈംസ് ഫോഴ്സോടുകൂടി വരുന്ന വെള്ളം, അത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ഡാമിനെ പോലും തകർക്കും. തകർക്കണ്ട. കുളമാവ് ഡാമിൽ വന്നാലുള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കുളമാവ് ഡാം എന്ന് പറയുന്നത് അത് ഏറ്റവും ദുർബലമായ ഡാം. അതിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത്, ഒരു ഡാമിൻ്റെ ഭിത്തിയാണെന്ന് ഓർക്കണം, ഒരു ഭിത്തി എന്ന് പറയുന്നത് ഒരു പബ്ലിക് റോഡ്. ആ റോഡ് കഴിഞ്ഞാൽ അഗാധമായ കൊക്കയാണ്. ആ റോഡ് അങ്ങോട്ട് തള്ളിപ്പോകാൻ ഇത്ര വലിയ ഫോഴ്സ് വല്ലതും വേണോ? അങ്ങനെ വരുമ്പോൾ 15 TMC വെള്ളം മുല്ലപ്പെരിയാറിലെ, 70 TMC വെള്ളം ഇടുക്കിയിലെ 85ആയി. പിന്നെ ഇങ്ങോട്ട് കിടക്കാല്ലേ ഡാംസുകൾ, കുറച്ച് 5, 6, 7 ഡാംസ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ 10, 20 ഡാംസ് ഉണ്ട്. ഡയറക്റ്റ് ലൈനിൽ 7 ഡാംസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതല്ലാതെ തന്നെ ഇതിൻ്റെ അടിയിൽ പറയുകയാണെങ്കിൽ വേറെ ഡയറക്ഷനിലൊക്കെ 10-20ഓളം ഡാംസ് ഉണ്ട്. ഈ വെള്ളം എവിടേക്കൊക്കെ പോകുന്നൊന്നും മലയാള മനോരമ റൂട്ട് മാപ്പ് വരച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. വെള്ളം എവിടേക്കൊക്കെ പോകുന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല.